ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് റൊട്ടി റെസിപ്പി ആയിട്ടാണ്. നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഈ റൈസ് റൊട്ടി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് റൈസ് റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 2.5 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം. ഇത് മഞ്ഞക്കുറുവയുടെ ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ചോറിൻ്റെ അളവ് കൂടി പോകരുത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അളവാണ്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് മൈദയും ചോറും അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൊട്ടിക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് കറക്കി എടുത്ത് വരാം. ഞാൻ ഈ ജാറിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജാറിൽ മൈദയും ചോറൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കേട്ടോ കറക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ റൈസും മൈദയൊക്കെ നന്നായിട്ട് കൂടിക്കലരുന്ന ഒരു പാകത്തിലായിരിക്കണം കേട്ടോ കിട്ടേണ്ടത്. ഈ മൈദയും ചോറും ഞാൻ 3 തവണയായിട്ടാണ് കേട്ടോ മിക്സിയിൽ കറക്കിയെടുത്തിട്ടുള്ളത്. ജാറ് നോക്കി ഒട്ടും മൈദയോ ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകം കണ്ടോ, നല്ല തിക്കായിട്ടായിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങൾ ഈ ഒരു മാവ് എത്ര കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റൈസ് റൊട്ടി റെഡിയാക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഡബിൾ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഈ ഒരു മാവ് അത്യാവശ്യം വലുപ്പമുള്ള 5 ഉരുളയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുള എടുത്തിട്ട് മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പത്തിരിപ്പലകമേ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഓവർ കട്ടിയില്ലാതെ അത്യാവശ്യം കട്ടിയിലും വലുപ്പത്തിലും പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതേ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ മേലേക്ക് മൈദ വിതറി കൊടുക്കാം. ഇതുപോലെ ചെയ്യുന്നത് റൊട്ടി നല്ല ലെയറോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഇതിൻ്റെ ഒരു അറ്റം സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൈദ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യാം. ഇതിൻ്റെ അറ്റം ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ശേഷം മൈദ വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു അറ്റം സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ അറ്റവും മടക്കാം. അങ്ങനെ മടക്കി കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തയ്യാറാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ടൊരു പത്തിരിപ്പലകമേൽ നന്നായിട്ടൊന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിയോടെ പരത്തിയെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ പരത്തിയെടുക്കാനുള്ള അത്ര പണിയൊന്നും സെക്കൻഡ് സ്റ്റെപ്പിലില്ല കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ പരത്താം. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളൊന്നും കുക്കായി കിട്ടില്ല. റൊട്ടി നോക്കി നന്നായിട്ട് പൊള്ളിച്ച് വരുന്നുണ്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നന്നായി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ലെയറുകളൊക്കെ വിട്ട് വരണം കേട്ടോ. നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. റൈസ് റൊട്ടി നല്ല സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. കഴിക്കാനും അതുപോലെ തന്നെയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മളിതിൽ ചോറ് ചേർത്തുണ്ടാക്കിയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കൂ, നല്ല ലെയറോട് കൂടിയാണ് ഇരിക്കുന്നത്. ചിക്കൻ കറി, ഫിഷ് കറി, വെജ് കുറുമ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ റൈസ് റൊട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള റൈസ് റൊട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.